കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ കൂടുതൽ അധ്യാപകർക്കെതിരെ പരാതി നൽകാൻ വിദ്യാർത്ഥികൾ ഒരുങ്ങുകയാണ്. 8 അധ്യാപകർക്കെതിരെയാണ് വിദ്യാർത്ഥികൾ മാനേജ്മെന്റിന് പരാതി നൽകാൻ തയ്യാറെടുക്കുന്നത്. ഇതിനു മുന്നോടിയായി വിദ്യാർത്ഥികൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ അധ്യാപകരുടെ പേര് സഹിതം വോട്ടെടുപ്പ് നടത്തിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്കിടയിലാണ് ഈ വോട്ടെടുപ്പ് നടത്തിയിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എസ് വിനേഷ് കുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. വിനേഷ്, വിശ്വാസംസകൾ, പക്ഷേ പറയാനുള്ളത് അത്ര നല്ല വാർത്തയല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ കൂടുതൽ അധ്യാപകർക്കെതിരെ നടപടി വേണമെന്നുള്ള ആവശ്യമായി വിദ്യാർത്ഥികൾ രംഗത്ത് വരുമ്പോൾ ഇത് ആർക്കൊക്കെ എതിരെയാണ് എന്നുള്ളതിലൊരു വ്യക്തതയുണ്ടോ? ഇപ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങി അതിലൊരു വോട്ടെടുപ്പൊക്കെ നടത്തിയിട്ടാണ് വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ പരാതി കൊടുക്കാൻ ഒരുങ്ങുന്നതെന്ന് അറിയാൻ സാധിക്കുന്നത്. മാനേജ്മെന്റിന് മാത്രമാണോ ഈ പരാതി നൽകുക, അതോ കൂടുതൽ അധികൃതരിലേക്ക് ഈ പരാതി എത്താനുള്ളൊരു സാധ്യതയുണ്ടോ? പ്രവിത ക്രിസ്റ്റീന, ഈ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരക്കെ പരാതി ഉയരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ MK റാമിനെതിരെയായിരുന്നു കുട്ടികൾ വ്യാപകമായി തന്നെ പരാതികൾ ഉന്നയിച്ചിരുന്നു. അതായത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ തന്നെ റാമിൻ്റെ ഓരോ രീതികൾ, അതായത് വിദ്യാർത്ഥികളോടുള്ള സമീപനങ്ങൾ, ഏറ്റവും മോശമായ രീതിയിലുള്ള സമീപനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിദ്യാർത്ഥികൾ തുറന്നു പറയാൻ തയ്യാറായിരുന്നു. ഒപ്പം തന്നെ നിതിൻ രാജിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ദുരൂഹതകളും കുട്ടികൾ പങ്കുവച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഈ നിതിൻ രാജിൻ്റെ സംസ്കാര ചടങ്ങിന് പോലും പങ്കെടുക്കാൻ ഭയം കൊണ്ടാണ് വരാത്തതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും കുട്ടികൾ പറഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പരസ്യമായി തന്നെ പരാതി കൊടുക്കാനുള്ളൊരു തീരുമാനവുമായി വിദ്യാർത്ഥികൾ മുന്നോട്ട് വരുന്നത്. അതിൽ പ്രധാനമായും ഈ MK റാം കൂടാതെ, കാരണം HOD കൂടാതെ മറ്റുള്ള അധ്യാപകർക്കെതിരെയും പരാതി നൽകാൻ തന്നെയാണ് കുട്ടികളുടെ തീരുമാനം. അതിൽ വാട്സപ്പിലൂടെ ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് പോലെ ഓരോ ആളുടെ പേര് വെച്ചുകൊണ്ട് അതിൽ ഇത്ര കുട്ടികൾ വീതം പരാതി നൽകുക എന്നുള്ളൊരു തീരുമാനത്തിലേക്കും എത്തിയിട്ടുണ്ട്. അതിൽ ഒരു അധ്യാപകനെതിരെ മാത്രം 200ഓളം പരാതികൾ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. നമുക്കറിയാം, അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ നിഗൂഢമായ ഒരു സാഹചര്യത്തിലാണ് കോളേജ് പ്രവർത്തിക്കുന്നതെന്ന ഉള്ളൊരു വിവരമാണ് പുറത്തു വരുന്നത്. ഒരു ഓട്ടോണമസ് സിസ്റ്റമാണ്. അതുകൊണ്ട് തന്നെ സാധാരണ നമുക്കറിയാം, കോളേജുകൾ, ഈ ഓട്ടോണമസ് സിസ്റ്റമുള്ള കോളേജുകൾ പൊതുവെ ചില കോളേജുകളിലെല്ലാം തന്നെ വളരെ നിഗൂഢമായ രീതിയിൽ പ്രവർത്തിക്കുന്നുള്ള ഒരു ആക്ഷേപം വിദ്യാർത്ഥി സംഘടനകൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. കാരണം വിദ്യാർത്ഥി സംഘടനകൾക്കൊന്നും ഇവിടെ കാര്യമായി ഇടപെടാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം കൂടെ ഉണ്ട്. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിൻ്റെ അവസ്ഥ അതുതന്നെയാണ്. അപ്പോൾ എന്തായാലും വിദ്യാർത്ഥികൾ പരക്കെ പരാതിയുമായി വന്ന ഒരു സാഹചര്യത്തിൽ എന്തായാലും ആ രീതിയിലേക്ക് മുന്നോട്ട് പോകും. മാത്രമല്ല, MK റാമിനെ പുറത്താക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് ഇന്നോ നാളെയുമായി MK റാമിനെതിരെ നടപടി ഉണ്ടാവുമെന്നുള്ളതാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.